ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി വര്യൻ വന്നു. എപ്പോഴും അദ്ദേഹം വരാറില്ല, ഇടക്കൊക്കെ മാത്രമേ വരാറുള്ളൂ. കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകാൻ സമയമായപ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ് എന്നാണ് ചോദ്യം. അള്ളാഹുവിന്റെ റസൂലേ, ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ദീന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദീർഘമായ ഒരു മറുപടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മറുപടി ഒറ്റവാക്കിൽ ഒതുങ്ങിയപ്പോൾ അയാൾ പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ചോദ്യം ആവർത്തിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അവിടെ തന്നെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞ് മൂന്നാം പ്രാവശ്യവും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദ്യം ആവർത്തിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴും പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഇനി മറ്റൊരു മറുപടി കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ അയാൾ പോകാൻ വേണ്ടി ഒരുങ്ങി. പോകുകയാണ് എന്ന് കണ്ടപ്പോൾ നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ദീനി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോ സൽസ്വഭാവം എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പൊ മുമ്പ് പോവുകയാണ്. അപ്പൊ വിളിച്ചിട്ട് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽസ്വഭാവം. ദേഷ്യം വരാതിരിക്കുന്നതിന്റെ പേരാണ് സൽസ്വഭാവം. സൽസ്വഭാവത്തിൽ ഏറ്റവും ഉന്നതനായ ആള് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപൂർവമായി മാത്രം ദേഷ്യം വരാറുണ്ടായിരുന്നു. ദേഷ്യം വന്നാല് നബിതങ്ങൾക്കും അറിയാം, നബിതങ്ങളെ കാണുന്നവർക്കും അറിയാം ഇപ്പോൾ എന്തിനാണ് ദേഷ്യം വന്നതെന്നും അത് ദേഷ്യം വരേണ്ട കാരണം തന്നെയായിരുന്നു എന്നും അറിയാം. ഒരാൾക്ക് ദേഷ്യം വരുമ്പോ അവനാന് മാത്രം മനസ്സിലായാൽ പോരാ എന്തിനാ ഇപ്പൊ ദേഷ്യം വന്നതെന്ന്. അത് കണ്ടു നിൽക്കുന്ന ആൾക്കൂടി മനസ്സിലാവണം, ഇതൊരു ദേഷ്യം വരേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. സംസാരങ്ങൾ വിശുദ്ധമായ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനോഹരമായ സംസാരത്തിന്റെ ഉടമയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഗൾഫ് പോയി എന്ന കുട്ടികൾ പറയും പോലെ മിഅയാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു. അതിന് സമ്പൂർണത എന്നാണ് പറയാ, അൽ ഇൻസാനുൽ കാമിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാനുൽ കാമിലാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്. സാധാരണ ഒരാളോട് ഇടപഴകുന്നതിനനുസരിച്ച് അയാളുടെ മോശം സ്വഭാവം ബോധ്യപ്പെടലാണ് പതിവ്. എന്നാൽ നബിതങ്ങളോട് ഇടപഴകുന്നതിനനുസരിച്ച് പുണ്യനബിയുടെ സൽസ്വഭാവം ബോധ്യപ്പെടുക എന്നതാണ് പതിവ്. കൂടുതൽ സമയം ഒരാളോട് ഇടപഴകിയാൽ അയാളുടെ സ്വഭാവത്തിന്റെ ന്യൂനതകളാണ് എല്ലാവർക്കും മനസ്സിലാവുക. കരുതിയമാതിരി അല്ലല്ലോ എന്ന് തോന്നും കുറെ സമയം ഇടപെട്ടാൽ. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ പ്രാവശ്യം ഇടപെടുമ്പോഴും നബി തങ്ങളുടെ സ്വഭാവത്തിന്റെ കൂടുതൽ ഗുണങ്ങളെയായിരുന്നു സ്വഹാബത്തിന് മനസ്സിലായിരുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്.
ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. അതുകൊണ്ട് നന്നാവാനുള്ള ഏറ്റവും എളുപ്പ വഴി പുണ്യനബിയെ അനുകരിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ഘടകം അവൻ്റെ ചിന്തകൾ മാറി വരലാണ് എന്നുള്ളതാണ്. ചിന്തകൾ മാറി വന്നാൽ സംസാരത്തിന് മാറ്റമുണ്ടാവും. സംസാരം മാറുന്നതിനനുസരിച്ച് സ്വഭാവത്തിന് മാറ്റമുണ്ടാവും. സ്വഭാവം മാറിയാലാണ് ആള് മാറുക എന്ന് നമ്മൾ പറയുന്നത്. ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് ആ ആളുടെ സ്വഭാവം നോക്കിയിട്ടാണ്. അപ്പൊ സ്വഭാവം മാറിയാൽ ആള് മാറും. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാലിം വൈസി എന്ന് പറഞ്ഞാൽ സാലിം വൈസിയുടെ സ്വഭാവമാണ്. സാലിം വൈസിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് സാലിം വൈസിന്റെ വർത്താനം എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. സാലിം വൈസിന്റെ വർത്താനം തീരുമാനാകുന്നത് സാലിം വൈസിയുടെ ചിന്ത എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. അപ്പം നല്ലതുപോലെ ചിന്തിക്കാൻ പറ്റിയാൽ നല്ല വർത്താനം ഉണ്ടാവും. നല്ല വർത്താനം ഉണ്ടായാൽ നല്ല സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ആള് നന്നാവും. അപ്പം അതുകൊണ്ട് ആദ്യം ചിന്ത മാറണം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ചിന്താപരമായ മാറ്റമാകുന്നു. ചിന്താപരമായ മാറ്റം ഉണ്ടാക്കിയത് 10 ആളോട് സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറും ബിൽ ജന്ന, ഉമറും ബിൽ ജന്ന, ഉസ്മാനും ബിൽ ജന്ന, അലിയും ബിൽ ജന്ന, വബിദൽഹത്തിൻ സുമ്മ الزുബൈർ വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വൽ ആലാഇ വബിബ്നി ഔഫിൻ മൻ സമാ ഫൽഅകല്ലുല വഅബി ഉബൈദത സയ്യിദിൽ ഉമനാഇ. 10 ആളുകളോട് സ്വർഗമുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 ആൾക്കാരെ പരിശോധിച്ചാൽ ഈ 10 ആളാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവം ഉണ്ടായിരുന്ന ആളുകൾ എന്ന് കാണും. ഇതിലെ ആദ്യത്തെ 4 ആൾക്കാർ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന 4 ആൾക്കാർ കഴിഞ്ഞാല് ബാക്കിയുള്ള 6 പേരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്. 10 നിന്ന് 4 ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് എന്നീ 4 ആള് കഴിച്ച് ബാക്കി 6 പേരും ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. ഇതില് ലോകത്തെ ഏറ്റവും കൂടുതൽ, ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ തഖ്വയുണ്ടായിരുന്ന മനുഷ്യൻ, പടച്ചോനെ പേടി ഉണ്ടായിരുന്ന മനുഷ്യൻ, ബേജാറുണ്ടായിരുന്ന മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. സഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികളെ തിരിച്ചറിയുന്നതിന് ധാരാളം അടയാളങ്ങളുണ്ട് സഹാബ. സ്വർഗാവകാശികളുടെ അടയാളങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് മദീനത്തെ പള്ളിയുടെ പുറത്ത് നിൽക്കുകയായിരുന്ന സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാതിലിന്റെ ഉള്ളിലൂടെ തലങ്ങനെ ഇട്ടിട്ട് ചോദിച്ചു, നബിയെ, ആ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്നിൽ കാണാനുണ്ട് നബിയെ എന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖായ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ആ മുഴുവൻ സ്വർഗാവകാശികളുടെ എല്ലാ അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് സിദ്ദീഖേ. ഞാനിത് പറഞ്ഞത് അഥവാ സ്വർഗത്തിൽ പോകാതെ ഇരുന്നാലോ എന്ന പേടി ഏറ്റവും കൂടുതൽ ഉണ്ടായത് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് ഏറ്റവും പേടി ഉണ്ടായത്. മദീനയിലെ മുനാഫിക്കുകളുടെ പേരുകളെല്ലാം മുസ്തഫായ നബി തങ്ങൾ ഒരു സഹാബി വര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ആ പേരുകളുടെ കൂട്ടത്തിൽ ഇന്റെ പേരുണ്ടോ എന്ന് ചോദിച്ച ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മിഅ്റാജിന്റെ രാത്രി
ഞാൻ സ്വർഗം സന്ദർശിച്ച സന്ദർഭത്തിൽ സ്വർഗത്തിൽ ഒരു മണിമാളിക കണ്ടിട്ടുണ്ടെന്നും ആ മണിമാളികയുടെ മുൻവശത്ത് ഇത് ഉമറിന്റെ വീടാണെന്ന് എഴുതി വച്ചിട്ടുണ്ടെന്നും അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പോലും മുനാഫിക്കറ്റായി പോകോ എന്ന പേടിയുണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ പദ്ധതി തയ്യാറാക്കുകയും മഹാനവറുകളുടെ വീട് വളഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്തപ്പോ അലി റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികളെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാനെ, ഈ വീടിന്റെ പിൻവശത്തു കൂടെ ഞങ്ങൾ ഒരു വഴി ഒരുക്കിത്തരാം, നിങ്ങൾ ആ വഴിയിലൂടെ കടന്ന് മക്കയിൽ പോയിക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഒരാളെ കുറിച്ച് മുസ്തഫായ നബി തങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ഞാനായി പോകുമോ എന്നെനിക്ക് പേടിയാണ്, ഞാനൊരിക്കലും മക്കയിലേക്ക് മടങ്ങിപ്പോകൂല എന്ന് പറഞ്ഞു സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് ഉറപ്പു പറഞ്ഞ ആള്. അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുമ്പോൾ പോലും വലിയ തഖ്വയുടെയും ഈമാനിന്റെയും ഖൗഫിന്റെയും ആളുകളായി മാറുകയാണ് ചെയ്തത് എന്ന് കാണാം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ കുറെ അടയാളങ്ങളെ കണ്ടെത്തുകയും മറ്റുള്ളവർ നരകത്തിലാണ് എന്ന അനുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ നമ്മള് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാണ്, ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എല്ലാവരും നരകത്തിലാന്നാ കിട്ടുക. ഓരോ ആൾക്കാരെ പേര് അബ്ദുറഹ്മാന് ഓന് ഗീബത്ത് പറയല പണി, ഓൻ നരകത്തിലേക്കാരം. മഹമുട്ടി പലിശക്ക് പൈസ കൊടുക്കണ ഓൻ എന്തായാലും നരകത്തിലേക്കാരം. കുഞ്ഞായ്മദിനെ പറ്റി പറയാനില്ല, ഓൻ്റെ കാര്യം എടുക്കാനില്ല. അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ എല്ലാവരും നരകത്തിലാന്ന് കിട്ടും. സ്വർഗത്തിലാകെ ഒരാളെ നമുക്ക് കിട്ടുക, നമ്മളെ പേരേക്കാരം കിട്ടുക. ഞാൻ ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ സ്വർഗത്തിൽ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ നിന്നാണ് കിട്ടുക. സഹാബത്ത് നേരെ തിരിച്ചാണ്. അവർക്ക് എന്തായാലും എന്താ വെച്ചാൽ എല്ലാവരും സ്വർഗത്ത് പോകും, പഠിച്ചവന് എൻ്റെ കാര്യം കട്ട പോകുമെന്നാണ് ആലോചിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു വരെ അങ്ങനെ ആലോചിച്ചെന്ന്. എത്ര തവണ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അബൂബക്കർ എവിടെ ഇരിക്കും? അള്ളാഹിന്റെ റസൂലേ, സ്വർഗത്തിന് 8 വാതിലുകളല്ലേ ഉള്ളത്? സ്വർഗത്തിന് 8 വാതിലല്ലേ ഉള്ളത്? ആ 8 വാതിലിലൂടെയും കടക്കാൻ അനുമതിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. 8 വാതിൽ കൂടിയും കടക്കാനുള്ള അനുമതിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, 8 വാതിലിലൂടെയും കടക്കാൻ അനുമതിയുള്ള ഒരാൾ നിങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തവണ ചോദിക്കണത്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മരത്തിന്റെ ചില്ല മുറിച്ചെടുത്ത് അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത്രേ മരക്കൊമ്പേ, ഈ ഉമർ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിനക്ക് നാളെ കോടതിയിൽ ഹിസാബിനെ നേരിടേണ്ടി വരില്ലല്ലോ. സാധുവായ ഉമറിന് ഹിസാബിനെ നേരിടേണ്ടതുണ്ടല്ലോ. അവരുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് സ്വഭാവം മാറുക, ചിന്ത മാറുക എന്ന് പറഞ്ഞത്. ചിന്ത മാറുക എന്ന് പറഞ്ഞാൽ അതാണ്. ഗീബത്ത് പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞൊന്നും ഗീബത്താവാൻ ഒരു സാധ്യതയില്ല എന്നാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയും ഞാൻ ഗീബത്തൊന്നും പറഞ്ഞതല്ലട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ആദ്യം പറയും ഞാൻ ഗീബത്ത് പറയല്ല എന്ന് പറഞ്ഞു കണ്ട് ഗീബത്താണ് പറയും. രണ്ടുകൊണ്ടും ഈ പറഞ്ഞത് ഗീബത്ത് അല്ലാതാവൂല. അവസാനം അല്ല എന്ന് പറഞ്ഞാലും ആവൂല, ആദ്യം അല്ല എന്ന് പറഞ്ഞാലും ആവൂല. നോണ പച്ച കളവ് പറയുമ്പോൾ ഒന്നുകിൽ ആദ്യം പറയും ഞാൻ നുണ പറയല്ലാന്ന്, അല്ലെങ്കിൽ അവസാനം പറയും ഞാൻ നുണ പറയല്ലാന്ന്. രണ്ടുകൊണ്ടും ആ പറഞ്ഞത് നുണയാവാതിരിക്കൂല. സത്യം പറയൽ നിർബന്ധമില്ല എന്നാണ്, കളവ് പറയാതിരിക്കലാണ് ഏറ്റവും നിർബന്ധമുള്ളത്. എല്ലാ സത്യം പറയണമെന്നുള്ള
ചില സത്യങ്ങൾ പറയാതിരിക്കാനുള്ളതായിരിക്കും. ചില സത്യം പറയാതിരിക്കാനുള്ളതാണ്. എല്ലാ സത്യവും പറയേണ്ടതില്ല. എന്നാൽ കള ഒരിക്കലും പറയാൻ പാടില്ല. കളവാകാൻ സാധ്യതയുള്ളതും പറയാൻ പാടില്ല. കേട്ടതെല്ലാം പറഞ്ഞു നടക്കാൻ പാടില്ല. കേട്ടതൊക്കെ പറഞ്ഞു നടക്കുന്നവന്റെ പേര് കള്ളന്മാരെ ലിസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന്റെ പേര് കള്ളന്മാരെ ലിസ്റ്റിൽ വരാൻ അവൻ കേട്ടതൊക്കെ പറഞ്ഞു നടന്നാൽ മതി എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലം മുസ്തഫായ നബി തങ്ങൾ സംസാരിച്ചിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഉണ്ടായില്ല എന്നാണ്. മറ്റൊരു മനുഷ്യനെ വേർത്താനുണ്ടായില്ല, ഒരു പ്രവർത്തനം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരിക്കൽ നബിയും സഹാബത്തും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ സഹാബികളുണ്ട്. കൂട്ടത്തിൽ ഒരാൾക്ക് അത്യാവശ്യം എന്തോ ഒരു കാര്യത്തിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അയാൾ വീട്ടിലേക്ക് വേഗം എഴുന്നേറ്റ് ഇങ്ങനെ പോവാണ്. പോണ സമയത്ത് ചെരുപ്പ് എടുക്കാൻ മറന്നു. അന്ന് വ്യാപകമായി ചെരുപ്പ് ഉപയോഗിക്കുന്ന പതിവില്ല. യാത്രകൾ, വലിയ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കും. അത് ഹുഫകളാണ് അധികം ഉപയോഗിക്കുക. തോല് കൊണ്ടുണ്ടാക്കിയ ഉള്ളിലേക്ക് വെള്ളം ചേരാത്ത ഒരു പ്രത്യേകമായ സോക്സ് ആണ് ഉപയോഗിക്കാറ്. അത് കാലം ഇട്ടാൽ പിന്നെ 2-3 ദിവസത്തിന് അയക്കൂല. അങ്ങനെ മണലിലൂടെ ഒക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ധരിക്കാറുണ്ട്. ചെരുപ്പ് അധികം ധരിക്കൂല. അതുകൊണ്ടാണ് അവർ മറക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെരുപ്പ് മറക്കുക എന്നുള്ളത് ആലോചിച്ചാൽ കിട്ടൂല. കാരണം ഇന്ന് നമ്മൾ ചെരുപ്പ് സാർവത്രികമായി ഉപയോഗിക്കുന്നത് കൊണ്ട്. അങ്ങനെ ഒരാൾ പെട്ടെന്നൊന്ന് വീട്ടിൽ പോവേണ്ടി വന്നപ്പോൾ ചെരുപ്പ് എടുക്കാൻ മറന്നുകാണ്ട് പോയി. ഇത് കൂട്ടുകാരനായ മറ്റൊരു സഹാബി വര്യൻ. അപ്പൊ അയാൾ ഇന്ന് ഒരു ചെരുപ്പ് എടുത്തുകാണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. നമ്മളൊക്കെ കാട്ടുമ്പോഴത്തെ ഒരു പരിപാടി തന്നെ. ഒരു ചെരുപ്പ് എടുത്തുകാണ്ട് ലേശം അപ്പുറത്തേക്ക്. വീട്ടിലെത്തിയപ്പോൾ മറന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നു. ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്നിട്ട് ചെരുപ്പ് ഇങ്ങനെ തെരഞ്ഞു നോക്കുകയാണ്. അപ്പൊ ഇത് എടുത്തു വെച്ച ആള് കണ്ടു. ചെന്നിട്ട് എടുത്തു വെച്ച ചെരുപ്പ് വേഗം കൊണ്ടുപോയി കൊടുക്കുന്നത് മുത്തുനബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനിനെ വിഷമിപ്പിക്കും ശരിയല്ല, അത് അല്പസമയം എങ്കിലും നന്നല്ല. ഒരു സെക്കൻഡ് സമയത്തേക്ക് പോലും മറ്റൊരു മനുഷ്യൻ നമ്മൾ കാരണം വിഷമിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അത് കുറച്ചേരല്ലുള്ളൂ എന്നല്ല. ഒരു സെക്കൻഡ് പോലും നമ്മൾ കാരണം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം മറ്റൊരാൾ വിഷമിക്കാൻ പാടില്ല. നമ്മൾ എത്ര വിഷമം സഹിക്കേണ്ടി വന്നാലും ശരി. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധം ഇസ്ലാമിൻ്റെ ബേസിക് ഫിലോസഫിയാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. മകളെ കല്യാണം പറഞ്ഞിട്ട് മകളെ കല്യാണത്തിന് പോകലാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ. കാല് കേടെന്ന് ആശുപത്രി കിടന്നപ്പോൾ കാലിൻ്റെ വിരല് കേടെന്നിട്ട് ആശുപത്രി കിടക്കുമ്പോൾ പോകാൻ പറ്റലാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഇല്ലാതെ പോകാൻ കൂടുതൽ വിനയമുണ്ടാവേണ്ടിയിരുന്ന ആളുകൾ തീരെ വിനയമില്ലാത്തവരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ വിനയം ഉണ്ടാവേണ്ട ഒരു കൂട്ടർ ഡ്രൈവർമാരാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യന്മാരെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഡ്രൈവ് ചെയ്യുക, ബസ് ഒക്കെ ലോറിയൊക്കെ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രങ്ങാനും മനുഷ്യന്മാരെ ജീവൻ വെച്ചിട്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിനയം ഉണ്ടാവേണ്ടിയിരുന്നവർ അവരായിരുന്നു. എന്നാൽ തീരെ വിനയമില്ലാത്ത ആൾക്കാർ പോലായി എല്ലാവരും പറ്റിയിട്ടല്ല ഈ പറഞ്ഞത് കേട്ടോ. ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയൊക്കെ പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡ്രൈവറായിരുന്നു. അന്നത്തെ വാഹനമായ കുതിരയെയും ഒട്ടകത്തെയും ഒക്കെ ഓടിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയല്ല, ഒരു തത്വം പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ വിനയം കാണിക്കേണ്ടവർ അവരാണ്. ഏറ്റവും കൂടുതൽ സത്യസന്ധത കാണിക്കേണ്ടത് കച്ചവടക്കാരാണ്. എന്നാൽ കച്ചവടമാകുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാണ് പറയുന്നത് പോലെ സത്യസന്ധത ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് കച്ചവടക്കാരാണ്. അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബീന വസ്സദ്ദീഖീന ഹബീബുനാ റസൂലുള്ളാഹി. അത്താജിറു സ്വദൂഖുൽ അമീനു, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. മഅൻ നബീന വസ്സദ്ദീഖീൻ, അമ്പിയാക്കളോടും
സുദ്ദീഖീങ്ങളുടെ നേതാവായ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടും കൂടെ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലാണ് എന്നല്ല, അമ്പിയാക്കളൊപ്പം സ്വർഗത്തിലാണ് എന്നാണ്. സ്വർഗത്തിലാകലും അമ്പിയാക്കളൊപ്പം സ്വർഗത്തിലാകലും വ്യത്യാസമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ സ്വർഗത്തിലെ ഫിർദൗസ് എന്ന സ്ഥലം തന്നെ ചോദിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ സ്വർഗത്തിലെ ഫിർദൗസിനെ തന്നെ ചോദിക്കണേ. സ്വർഗത്തിന് 100 ദറജയാണുള്ളത്. 100 ദറജകളിലെ ഏറ്റവും ഉന്നതമായ ദറജക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അതാണ് അമ്പിയാക്കളുടെയും സുദ്ദീഖീങ്ങളുടെയും സ്ഥാനം. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരനെ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെയാണ് സ്ഥാനം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സത്യസന്ധന്മാർ കച്ചവടക്കാരാണ് ആവേണ്ടിയിരുന്നത്. സത്യസന്ധതയും വിശ്വസ്തതയും ഒന്നല്ല, രണ്ടാണ്. രണ്ടും ഒന്നാണെങ്കിൽ നബി തങ്ങൾ രണ്ടും വേറെ പറയില്ല. വെറുതെ വർത്താനം പറയുന്ന ആളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ പറയും ചിലപ്പോൾ വെറുതെ ഒരു വർത്താനം, കിടക്കട്ടെ അതും കൂടി ഒന്ന് വെക്കും, അങ്ങനല്ല. വിശ്വസ്തനും സത്യസന്ധനും എന്ന് രണ്ടും പറയണമെങ്കിൽ രണ്ടും വേറെ തന്നെ ആയിരിക്കണം. അപ്പൊ വിശ്വസ്തത വേറെയാണ്, സത്യസന്ധത വേറെയാണ്. കച്ചവടക്കാർക്ക് രണ്ടും വേണം. അതുണ്ടായാൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും. ഏറ്റവും നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശമാകുക എന്നാണ്. ഏറ്റവും നല്ല സാധനം കേടെന്നാലാണ് ഏറ്റവും മോശമാകുക. അപ്പോൾ അതുകൊണ്ട് കച്ചവടക്കാരും കേടുന്ന ഏറ്റവും മോശമാവും. മൗലവിമാർ കേടുന്നാലും അങ്ങനെ തന്നെയാണ്. മുത്തഅല്ലിമീങ്ങൾ കേടുന്നാലും അങ്ങനെ തന്നെ. അള്ളാഹു നമ്മളെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളാക്കട്ടെ. കേടുവരാന്ന് പറഞ്ഞാൽ എന്താ? കേടുവരാന്ന് പറഞ്ഞാൽ പല നിലക്കുണ്ട്. ഒന്ന്, ഒരു കേടുവരലേ ഒരു നല്ല കാര്യം മുഴുവനാക്കിയില്ലെങ്കിൽ ഒരു കേടുവരലുണ്ട്. അത് ഏത് കാര്യത്തിനുണ്ടാവും. ഒരാൾ ഡ്രൈവിങ് പഠിക്കാൻ പോയിട്ട് കുറേ കാലം പഠിച്ചു, അവസാനം ഗിയർ മാറ്റാൻ പഠിച്ചിട്ടില്ലെങ്കിൽ കേടുന്നു. ഓനാ പണിക്ക് പറ്റൂല, അത് കേടുന്നു എന്നുള്ളതാണ്. ഏത് വിഷയമാണെങ്കിലും ഒരു വിഷയത്തെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി, അത് മുഴുവനായില്ലെങ്കിൽ പ്രശ്നമാണ്. BEd 1 മാസം പോയിട്ട് പിന്നെ പോയില്ല, അത് പ്രശ്നമാണ്. യത്തീംഖാനയ്ക്ക് പോയി, അല്ലെങ്കിൽ ഇഫ്ദിന് പോയി, അല്ലെങ്കിൽ മൗലവിയാവാൻ പോയി, കുറച്ചാണ് പോയിട്ട് കേടുന്ന. നല്ലത് കേടുന്ന ഏറ്റവും മോശമാവും. നല്ല സാധനം കേടുന്നാലാണ് ഏറ്റവും മോശമാകുക. അതുകൊണ്ട് ഏറ്റവും നല്ലവരാകേണ്ടവരെയാണ് നമ്മൾ ഏറ്റവും മോശമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സത്യസന്ധതയും വിശ്വസ്തതയും ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടിയിരുന്നത് കച്ചവടക്കാർക്കാണ്. ഒരു നിക്കരിച്ചില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. നിക്കരിച്ചില്ല എന്ന് അഭിപ്രായമില്ല. 5 വക്ത് നിസ്കരിക്കുന്നു, മിക്കവാറും അത് പള്ളിയിൽ വെച്ച് തന്നെയാകുന്നു. സുബഹി ജമാഅത്ത് മുടങ്ങാതെ പള്ളിയിൽ പങ്കെടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പീടിക തുറന്നുങ്ങാണ്ട് ചൈനയിൽ നിന്ന് സാധനം കൊടുത്തിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുങ്ങാണ്ട് വിൽക്കുന്നു. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സുദ്ദീഖുൽ അക്ബറിനോടും കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് ഈ നല്ലത് കേട്. വാദന്മാർ കേടെന്നാലും അങ്ങനെ തന്നെ, എല്ലാതും മാഷന്മാർ കേടെന്നാലും അങ്ങനെ തന്നെ. ഓരോ ആളുകൾക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്ന പ്രത്യേകമായ ഗുണവിശേഷങ്ങളുണ്ട്. ആ ഗുണവിശേഷങ്ങളിൽ നിന്ന് അവർ പുറകോട്ട് പോയാൽ വളരെ മോശപ്പെട്ടതായി മാറും. അതുകൊണ്ട് സൽസ്വഭാവികളാവാൻ കഴിയണം. അതിന് നല്ല നിലക്ക് ചിന്തിക്കാൻ പറ്റണം, നല്ല നിലക്ക് സംസാരിക്കാൻ പറ്റണം. ഒരാളുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത് അവൻ്റെ സംസാരങ്ങൾ വെച്ചുകൊണ്ടാകുന്നു. 2 ആളുകൾ പരസ്പരം പിണങ്ങിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാവാം? കുടുംബക്കാർ 2 ആൾക്കാർ തെറ്റി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി, അല്ലെങ്കിൽ 2 നാട്ടുകാർ തെറ്റി, അല്ലെങ്കിൽ 2 ടീം തെറ്റി, അല്ലെങ്കിൽ 2 രാഷ്ട്രീയക്കാർ തെറ്റി, ആരും ആവാം. നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് തെറ്റിയ 2 ആളുകൾ അടുക്കുകയാണോ ചെയ്യുന്നത്? തെറ്റിയ ആളുകൾ കൂടുതൽ അകലത്തിലേക്ക് പോവുകയാണ്. ഒരിക്കലും പിന്നെ കണ്ടാമുണ്ടാത്ത കോലത്തിലാകുക ചെയ്യണത്. അത് നമ്മൾ വർത്താനം പറഞ്ഞാൽ ഓല് പരസ്പരം അടുത്തു വരികയാണോ ചെയ്യുന്നത്? ഇതാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ തൗഹീദും ശിർക്കും പറഞ്ഞിട്ട് ആൾക്കാർ തൗഹീദിലേക്ക് അടുത്തു വരുന്നുണ്ടോ അതോ അകന്നു പോകുന്നുണ്ടോ? നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ പറഞ്ഞിട്ട് ആൾക്കാർ സുന്നത്ത് ജമാഅത്തേക്ക് വരുന്നുണ്ടോ അതോ അകലുന്നുണ്ടോ?
നമ്മൾ ഇസ്ലാമും ശാസ്ത്രവും പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ, അതോ ഇസ്ലാം ഉള്ള മനസ്സിലാകലും ഇല്ലാതാകുന്നുണ്ടോ? ഇത് നോക്കിയാലാണ് ഒരു മനുഷ്യന്റെ സംസാരത്തിന്റെ ക്വാളിറ്റിയെ തീരുമാനിക്കാൻ പറ്റുക. തെറ്റിയ രണ്ടാളുകൾ പരസ്പരം യോജിപ്പാണ് നമ്മളെ സംസാരം കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ സംസാരം അതിന്റെ ഗുണങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത, നബി തങ്ങൾ സംസാരിച്ചാൽ പിണങ്ങിയവർ യോജിക്കുമായിരുന്നു, വഴിതെറ്റിയവർ ഹിദായത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. അങ്ങനെയുള്ള സംസാരത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. സംസാരമാണ് സ്വഭാവത്തെ തീരുമാനിക്കുന്നത് എന്നോർക്കണം. ഭാര്യനോട് സംസാരിച്ചാലേ ഭാര്യയും ഭർത്താവും തമ്മിൽ അടുക്കാണോ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ പണ്ടാർക്കാലൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഭാര്യക്ക് ചെയ്യണത് എന്ന്. തിരിച്ചു അതേമാതിരി തന്നെയാണ് വീട്ടിലെ സ്ത്രീ മണവാളനോട് അല്ലെങ്കിൽ പുതിയാപ്പളിനോട് കുടിക്കാരനോട് സംസാരിച്ചാൽ ഓൾ രണ്ടു വർത്താനം കൂടിയും പറയട്ടെ എന്നാണോ തോന്നുന്നത്, അല്ലെങ്കിൽ പണ്ടാർക്കാലത്തെ ഒന്ന് ചുണ്ടു കൂട്ടിയാൽ അത്ര നന്നായിരുന്നു, നാട്ടുകാർ അറിയില്ലായിരുന്നു എന്ന് തോന്നുകയാണോ ചെയ്യുന്നത്? സംസാരം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് അടുപ്പം കൂടുകയാണോ ഉള്ളത്, അകലം കൂടുകയാണോ ചെയ്യുന്നത്? അടുപ്പമാണ് ഉണ്ടാകുന്നതെങ്കിൽ സംസാരം നിലവാരമുണ്ട്. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത അതിനുണ്ട് എന്ന് മനസ്സിലാക്കാം. കൂടുതൽ അകലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ സംസാരത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് പെരുമാറ്റങ്ങളും. പെരുമാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം കിട്ടും. നമ്മുടെ പെരുമാറ്റത്തെ നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. നമ്മളെപ്പോഴും പറയാറുള്ളൊരു ഹദീസാണ്, വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല. ഈ വലിയവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാലും ചെറിയവരോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാലും ഇതിൻ്റെ പേര് വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. അമല് കൊണ്ടൊന്നാണ്. അമല് കൊണ്ടൊന്നാണത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളെ സദസ്സിലേക്ക്, നമ്മൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു പ്രായമായ ആളിങ്ങനെ കയറി വന്നു. ഒരു വയസ്സായ ആളിങ്ങനെ വടിയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കയറി വന്നു. അപ്പം അയാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്ന് വിചാരിക്കുക, ഇരിക്കാൻ സ്ഥലമില്ല എന്ന് വിചാരിക്കുക. ഒരാൾ അയാൾക്കൊരു സീറ്റ് ഒഴിഞ്ഞു കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. അയാളെ ബഹുമാനിച്ചിട്ടാണ് ആ സീറ്റ് കൊടുത്തത്. വേറൊരു സദസ്സിലേക്ക് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ വന്നു. അപ്പൊ ആ കുട്ടിക്ക് ഇരിക്കാൻ സീറ്റില്ല. അപ്പോൾ ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്, രണ്ട് പരിപാടിയും സീറ്റ് കൊടുക്കലാണ്. അപ്പോൾ ബഹുമാനം എന്ന് പറഞ്ഞാലും കാരുണ്യം എന്ന് പറഞ്ഞാലും അമല് കൊണ്ടൊന്നാണ്. ആള് മാറുന്നതിനനുസരിച്ചാണ് പേര് മാറുന്നത്. ചെയ്യാനുള്ള പണി ഒന്നാണ്. മനസ്സിലാകണ്ടിരിക്കുന്ന ഞാൻ വിചാരിക്കണേ. മുഖത്തേക്കൊന്നും നോക്കിയിട്ട് ഒരു ഇളക്കും കാണാനില്ല. ഏറ്റവും ചുരുങ്ങിയത് തലക്കൊരാട്ടോ അല്ലെങ്കിൽ ചുണ്ടിനൊരിളക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ. കണ്ണെനിക്ക് ദൂരക്കാഴ്ച ഉണ്ട്, എനിക്ക് അടുത്തേക്ക് വല്ലാതെ കാണൂല. അത് 40 കഴിഞ്ഞതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിന് വായിക്കാൻ കണ്ണട വെക്കാറുണ്ട്, പക്ഷെ ദൂരക്കാഴ്ചക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ ബാക്കിലുള്ള പെണ്ണുകളൊക്കെ എന്തൊക്കെ കാട്ടണമെന്ന് എനിക്കൂടി നോക്കിയാൽ തന്നെ കാണുന്നുണ്ട്. അടുത്തേക്ക് നോക്കുമ്പോൾ അല്ലാതെ കാണൂല എന്നേ ഉള്ളൂ. ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചുണ്ടിനെങ്കിലും ഒരു ഇളക്കം കാണൂല, അതും കാണാനില്ല എന്നാ ഞാൻ ഈ പറഞ്ഞതേ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഞാനൊരു ഹദീസാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഹദീസുകളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാലേ നമ്മൾ നേരായിട്ടുണ്ടോ കേടുവന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. വേറെ എവിടെയെങ്കിലും നിന്നിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വലിയവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവനും ഇൻ്റെ ഉമ്മത്തിയല്ല എന്ന് മുഹമ്മദ് നബി.
ഈ ബഹുമാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അമല് ഒന്നാണ്, പേര് വ്യത്യാസമുണ്ട്. അത് പ്രായം കൂടിയ ഒരു വലിയ ആൾക്ക് കൊടുത്താൽ ബഹുമാനം എന്ന് പറയും, ഒരു കുട്ടിക്ക് കൊടുത്താൽ കാരുണ്യം എന്ന് പറയും. പെരുന്നാൾക്ക് നമ്മൾ പള്ളിക്കൊക്കെ എല്ലാവരും നേരം വൈകി വന്നു എന്ന് വിചാരിക്കുക. എല്ലാവരും ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നേരം വൈകി വന്നു. കുട്ടികളൊക്കെ പെരുന്നാളല്ലേ എന്ന് കരുതിയിട്ട് നേരത്തെ വന്നിട്ട് മുന്നേ തന്നെ വന്നിരുന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ ചെല്ലാണ്. അപ്പം നമ്മൾ കുളിച്ച് ഒക്കെ കൂടി ആക്കത്തിന് ഒരുങ്ങി കാൽച്ചായൊക്കെ കുടിച്ച് വന്നതിന് മുന്നിൽ കുറേ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ആളാവല, കുട്ടികളൊക്കെ നീച്ചു പോയടാ ബാക്കിലേക്ക്. ആ വർത്താനം വലിയവരോട് പറയും. നമ്മൾ വലിയവരോട് പറയാൻ പറ്റാത്ത ഒരു വർത്താനം കുട്ടികളോടും പറയാൻ പാടില്ല. കാരണം ബഹുമാനത്തിൻ്റെ അമലും കാരുണ്യത്തിൻ്റെ അമലും ഒന്നാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അല്ല ഉണ്ട്. ഇപ്പം ശരിയാ, ഇപ്പം ശരിയായി. ഞാൻ അതൊന്ന് നിങ്ങളൊന്ന് ചിരിച്ചിന് പൂതിയായിരുന്നു. ഇപ്പം ശരിയായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ അമലും ഒന്നാണ് എന്ന്. നമ്മളൊരു വലിയ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ പൊട്ടാന്ന് വിളിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെയാണ് ചെല്ലുകയാണ്. അപ്പം നമ്മളെ കുട്ടീൻ്റെ അവിടെ നിൽക്കണം. ഭയങ്കര ഇഷ്ടം തോന്നിയപ്പോൾ അവിടെ പൊട്ടാന്ന് വിളിച്ചൂലേ. വലിയവരെ വിളിക്കാൻ പാടില്ലാത്തൊരു സാധനം കുട്ടികളെയും വിളിക്കാൻ പാടില്ല. കാരണം ബഹുമാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അമലാണ്. വലിയൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കുട്ടിയോടും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഹദീസുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇനി വലിപ്പം ചെറുപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെ തീരുമാനിക്കാം? പ്രായം കൊണ്ടാണോ, അല്ലെങ്കിൽ സിയാദത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇൽമ് കൊണ്ടാണോ, അല്ലെങ്കിൽ അമല് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടാണോ, അല്ലെങ്കിൽ ധനം കൊണ്ടാണോ, എന്തുകൊണ്ടത്, അല്ലെങ്കിൽ നാടുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് തീരുമാനിക്കുക? ഞാൻ പറഞ്ഞത് എല്ലാതുകൊണ്ടും തീരുമാനിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് പ്രായം കൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രായം കൊണ്ട് വലിയ ആളും പ്രായം കൊണ്ട് ചെറിയ ആളും. വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. പ്രായം കൊണ്ട് വലിയ ആള്, പ്രായം കൊണ്ട് ചെറിയ ആള്. ഇൽമു കൊണ്ട് ഒരാളുണ്ട്, ഇൽമു കൊണ്ട് ചെറിയ ആളുണ്ട്. അതും ദയമായി തന്നെ ചെയ്യേണ്ടത്. ഇൽമു കൊണ്ട് വലിയ ആളെ ബഹുമാനിക്കണം, ഇൽമു കൊണ്ട് ചെറിയ ആളെ കാരുണ്യം കാണിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ മുത്താലിമികളൊക്കെ ഇങ്ങള് എന്ന് വിളിക്കണേ. തങ്ങന്മാർ ചെറിയ കുട്ടികളെ വരെ ഇങ്ങള് എന്ന് വിളിക്കും, മൊലിയർട്ടി ഇങ്ങള് എന്ന് വിളിക്കും. 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് ഓനെ ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞാണ്ട് പള്ളിയെ കോതാൻ പറഞ്ഞയച്ചതാണെങ്കിലും കാണുമ്പോൾ നമ്മൾ മൊലിയർട്ടി ഇങ്ങളെ എവിടുന്നാണ് വരുന്നത്. ബസ് കയറി നോക്കണം എന്നറിയാം. ബസ്സിൽ കയറി ഇങ്ങളെ മാറി നാണിയെന്നാ പറയുള്ളൂ. മൊലിയർട്ടി എജ്ജാണ് പോയിക്കാന്ന് ആരും പറയില്ല, കണ്ടക്ടർ വരെ പറയില്ല. ബഹുമാനിക്കും. അപ്പോൾ ഇൽമു കൊണ്ടുള്ള ബഹുമാനം, ഇതൊരു ബഹുമാനമാണ്. സ്ഥാനം കൊണ്ട് ബഹുമാനിക്കണം. സ്ഥാനം കൊണ്ട് മേലുള്ള ആളും സ്ഥാനം കൊണ്ട് താഴെയുള്ള ആളും. ധനം കൊണ്ട് മേലുള്ള ആള്, ധനം കൊണ്ട് താഴെയുള്ള ആള്. സൗകര്യങ്ങളെ കൊണ്ട് മേലെയുള്ള ആള്, സൗകര്യങ്ങളെ കൊണ്ട് താഴെയുള്ള ആള്. ഇതൊക്കെ വലുതും ചെറുതും തന്നെയാണ്. അപ്പൊ ഒപ്പം ചെറുപ്പം പല നിലക്ക് തീരുമാനിക്കാൻ പറ്റും. ഒരാള് ഓട്ടോറിക്ഷയിൽ പോവുകയാണ്, ഒരാൾ ഇന്നോവയിൽ പോവുകയാണ്. ഇന്ന പോണത് വലിയ ആള്, ഓട്ടോറിക്ഷയിലുള്ളത് ചെറിയ ആള്. അപ്പൊ ജംഗ്ഷനിലെത്തുമ്പോൾ ഇന്നോവയിലുള്ള ആള് വിചാരിക്കണം ചെറിയ ആളോട് കാരുണ്യം കാണിക്കല്ലേ വേണ്ട, ഓൻ ആദ്യം പോയിക്കോട്ടെ. അപ്പോൾ ഓട്ടോറിക്ഷയിലുള്ള ആൾ വിചാരിക്കണം വലിയ ആളെ ബഹുമാനിക്കല്ലേ വേണ്ടത്, മൂപ്പരാദ്യം പോയിക്കോട്ടെ. ലോകത്തെ എല്ലാ പ്രശ്നവും അതോടുകൂടി തീർന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ബഹുമാനത്തിൽ നിലകൊള്ളുന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ബഹുമാനത്തിൽ നിലകൊള്ളുന്നു. ലോകത്ത് ആദ്യമായി പിഴവ് സംഭവിച്ചത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനാണ്. ബഹുമാനം പോയതാണ് പ്രശ്നം. പല നിലക്കും ബഹുമാനം പോയി. ആദം നബിയോടുള്ള ബഹുമാനം പോയി എന്നുള്ളത് ഒരു കാര്യമാണ്. ഓൻ അള്ളാഹിനോടുള്ള ബഹുമാനം പോയിട്ടുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. അവനൊരു ന്യായം പറഞ്ഞു പടച്ചോനോട്, മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ തീയ്, ഇന്ന തീ കൊണ്ട് പടച്ചതും ആദമിനെ മണ്ണ് കൊണ്ട് പടച്ചതുമല്ലേ, അസ്ജുദു ലിമൻ ഖലഖത തീന, തീ കൊണ്ട് പടച്ച ഞാൻ ആദമിനെ, മണ്ണ് കൊണ്ട് പടച്ച ആദമിന് സുജൂദ് ചെയ്യുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ന ന്യായം അള്ളാഹിനോട് പറഞ്ഞു എന്നാണ് സംഗതി. ആ പറഞ്ഞത് ഒരു ശരിയായിരുന്നു, പക്ഷെ പടച്ചോനോട് പറയാൻ പറ്റിയ ശരിയല്ല. എല്ലാ ശരിയും എല്ലാവരോടും പറയാനുള്ളതല്ല. എല്ലാ ശരിയും എല്ലാവരോടും പറയാനുള്ളതല്ല.
ചില ശരികൾ ചില സ്ഥലത്ത് പറയുന്നത് ബഹുമാനത്തിനെതിരാവും. പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ആ ശരി കമ്മിറ്റി യോഗത്തിൽ പറയാൻ പറ്റിയ ശരിയല്ല. അങ്ങ് സ്വകാര്യത്തിൽ വേണമെങ്കിൽ മൂപ്പരോട് പറയാൻ പറ്റിയ ശരിയായിരിക്കും. കമ്മിറ്റി യോഗം എന്ന് ഞാനൊരു ഉദാഹരണം എടുത്തതാണ്. നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഓരോ കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. ചില ശരികൾ ചില സ്ഥലത്ത് പറയാൻ പറ്റൂല, ബഹുമാനത്തിനെതിരാവും. എല്ലാ കാര്യവും അറിയാനുള്ളതുമല്ല, അറിയുന്ന എല്ലാ കാര്യവും പറയാനുള്ളതുമല്ല. ചില ശരി അമ്മായിമാനോട് പറയാൻ പറ്റാത്ത ഇക്കാര്യം സംഗതി ശരി തന്നെയാണ്, അമ്മായിമാരോട് പറയാൻ പറ്റൂല, എന്താ ഘട്ടം. ചില ശരി ഭാര്യയോട് പറയാൻ പറ്റൂല, ചില ശരി ഭർത്താവിനോട് പറയാൻ പറ്റൂല, ചില ശരികൾ ഉമ്മാനോട് പറയാൻ പറ്റൂല. സംഗതി ശരി തന്നെ ഇക്കാര്യം. ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ഒരു ശരി പറഞ്ഞു, പക്ഷെ പടച്ചവനോട് പറയാൻ പറ്റിയതായിരുന്നില്ല.